welcome back to our family Kavi's Lifestyle. ഫസ്റ്റിലെ തന്നെ നമ്മൾ 2 lakh സബ്സ്ക്രൈബേഴ്സ് ആയി. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും സപ്പോർട്ടും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് ഒരുപാട് പേർക്ക് കൊടുത്തതും ഒരുപാട് പേരിൽ നമ്മുടെ വീഡിയോ റീച്ച് ആയതും ഒക്കെ നിങ്ങൾ ഓരോരുത്തരുമാണ്. പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. സ്നേഹമുള്ളവർ, കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവര്, ഗ്രൂപ്പിലുള്ളവര്, ഗ്രൂപ്പിൽ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നവര്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ ഗുരുനാഥനും ദൈവത്തിനും നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ഡേ 3 ആണ്. ഒരുപാട് സന്തോഷമുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷത്തോടെ തന്നെ പറയാണ്. ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചില് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്, മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവണ്ട. ഇതിനകത്ത് നിന്ന് പ്രോട്ടീൻ കിട്ടുമോ, മിനറൽ കിട്ടുമോ, അങ്ങനൊന്നും ഒരു ഡൗട്ടും നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മളൊന്ന് മെലിയുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊന്ന് സാഗ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതുപോലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ ആ ചുരുക്കങ്ങൾ ഉണ്ടാകില്ല. ബിക്കോസ് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ സാധനങ്ങളും നമ്മൾ വേവിക്കാതെയും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു എനർജറ്റിക് ഡയറ്റ് കൂടെയാണിത്. പ്രത്യേകിച്ചും ഈ കൊറോണ പോലുള്ള സമയങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റിയ ഒരു സൂപ്പർബ് ഡയറ്റ് സ്റ്റൈലാണ്. ഡയറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിയും ഹെൽത്തി ഫുഡ് സ്റ്റൈൽ അങ്ങനെ പറയാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ, നമ്മുടെ 3rd ഡേയിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേരുണ്ട് വെയിറ്റ് അധികമായതുകൊണ്ട് കഷ്ടപ്പെടുന്നവരൊക്കെ. ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് കൊണ്ട് തന്നെ 5ഉം 10ഉം 15ഉം കിലോയൊക്കെ കുറച്ചവരുണ്ട്. അപ്പോൾ അത്രയും ഡെഡിക്കേഷനോട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വണ്ണമുള്ളവരാണെങ്കിലും നല്ല രീതിയിൽ കുറയാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ കഴിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ബേസിക് തിങ്സ് ഒക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ബ്രഷിങ്, ഓയിൽ പുള്ളിങ് അതൊക്കെ നിങ്ങൾ ചെയ്യുക. അതിനുമുമ്പ് കുളിക്കേണ്ട കാര്യം ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കാം. ഉരുളക്കിഴങ്ങും റാഗി പൊടിയും മിക്സ് ചെയ്തിട്ട് വേണം ഇന്ന് ശരീരം ഫുള്ളായിട്ട് തേച്ച് കഴുകാനായിട്ട്. അതായത് ഉരുളക്കിഴങ്ങ് തോലോടെ അരയ്ക്കാം, തോലില്ലാതെ അരയ്ക്കാം. തോല് എടുത്ത് കളഞ്ഞിട്ട് അരയ്ക്കാം, പുഴുങ്ങിയിട്ടൊന്നും അല്ല, പച്ചയ്ക്ക് തന്നെ. അല്ലെങ്കിൽ തോല് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് നല്ലപോലെ അരച്ചിട്ട് അതിനകത്ത് റാഗി പൊടി മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും റാഗി പൊടിയും കൂടെ ഒന്നിച്ച് നല്ലപോലെ അരച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുളിക്കാം. തലയ്ക്ക് നല്ല വെണ്ടയ്ക്ക, നല്ല പിഞ്ച് വെണ്ടയ്ക്ക നല്ല മഷി പോലെ അരച്ചെടുത്ത് തലയിൽ പാക്കായിട്ട് ഇട്ടിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ തലയിൽ ഇരുന്നോട്ടെ. മുടിക്ക് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് എന്താ പറയുക, വെണ്ടയ്ക്ക എന്ന് പറയും. നല്ല ഒരു തിളക്കമൊക്കെ കൊടുക്കും മുടിക്കും. അപ്പോൾ വെണ്ടയ്ക്ക തലയിലിടുക, ശരീരത്തിൽ റാഗിയും ഉരുളക്കിഴങ്ങും അരച്ചിടുക. അത് ഇന്നലെ പറയാൻ ഞാൻ വിട്ടുപോയി, ഇന്നലത്തെ പാക്ക്. അതുകൊണ്ട് ഇന്നത്തെ ഫസ്റ്റിലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ഡയറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ഡയറ്റ് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ സൂര്യനെ കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക. മാക്സിമം പറ്റുന്ന എല്ലാവരും രാവിലെ എഴുന്നേറ്റ ഉടനെ 5:30 നിങ്ങളുടെ സമയം, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. 5:30 എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു സൂര്യനെ കണ്ട് സൂര്യന്റെ ഒരു പിക്ചർ എടുത്ത് പറ്റുവാണെങ്കിൽ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കാണുമ്പം, സൂര്യനെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എനർജി നിങ്ങളൊരു 10 ദിവസം അങ്ങനെ ഡെയിലി കണ്ടു നോക്കും. അപ്പോൾ തന്നെ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഒരു ഫ്രഷ് എനർജി കിട്ടും. അപ്പോൾ സൂര്യനെ കണ്ടതിന് ശേഷം ചെറുതായിട്ട് ഒരു സൂര്യ നമസ്കാരം ഒക്കെ ചെയ്ത്, സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുക. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് വാക്കൊക്കെ ചെയ്തിട്ട് വരിക. ചെറിയ വാമപ്പ് എക്സർസൈസ് ഒക്കെ ചെയ്യുക. വയറധികമുള്ളവരാണെങ്കിൽ നമ്മുടെ ടമ്മി റെഡ്യൂസ് ചലഞ്ച് കണ്ട് ആ ഒരു എക്സർസൈസ് ഒക്കെ ചെയ്ത് നല്ല റിലാക്സ് ആയിട്ട് വന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഉടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാം കേട്ടോ. നോർമൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വെള്ളമോ എന്ത് വേണമെങ്കിലും കുടിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ വന്നതിന് ശേഷം ഇന്ന് കഴിക്കേണ്ടത് ABC ജ്യൂസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്ന് ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ സ്കിന്ന് ചുരുങ്ങാതിരിക്കാനും കവിളൊട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ABC ജ്യൂസ്. അത് മാത്രമല്ല, PCOD തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് ABC ജ്യൂസ്. അപ്പോൾ ABC ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ ആ അളവിൽ ABC ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ രാവിലെ ABC ജ്യൂസ് കഴിച്ചതിന് ശേഷം നമ്മൾ ബാത്റൂമിലൊക്കെ പോയി വാഷ്റൂം എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ മോഷൻ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാവുള്ളൂ കേട്ടോ. അതാണ് ഏറ്റവും നല്ല ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. രാവിലെ മോഷൻ പോയതിന് ശേഷം മാത്രമേ ഞാൻ ഫുഡ് കഴിക്കൂ എന്നുള്ളത് എല്ലാവരും അങ്ങ് ഡിസൈഡ് ചെയ്തേക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ശരീരം നല്ലപോലെ ഈസി ആയിട്ട് സ്ലിം ആകാൻ വേണ്ടിയിട്ടും വെയിറ്റ് ലോസ് ആകാൻ വേണ്ടിയിട്ടും സ്കിൻ നല്ല ഗ്ലോ ആകാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും. അപ്പൊ ABC ജ്യൂസ് കഴിച്ചതിന് ശേഷം രാവിലെ നമ്മൾ വിശക്കുമ്പോൾ ഇന്ന് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ്സ് ഒരു 10 ഡേറ്റ്സും അതിൻ്റെ കൂടെ നല്ല തേങ്ങാപ്പാലില് നല്ല കട്ടി തേങ്ങാപ്പാലില് ഈ ഡേറ്റ്സ് നല്ല പോലെ അരയ്ക്കുക. അരച്ചതിന് ശേഷം ആ ഒരു ഡേറ്റ്സും തേങ്ങാപ്പാലും കൂടെ ഗീറായിട്ട് വേണം കഴിക്കാൻ. ഈ തേങ്ങാപ്പാൽ ഇതിനകത്ത് ഡേറ്റ്സ് അരയ്ക്കുന്നതിനെക്കാട്ടിയും തേങ്ങ തന്നെ അരച്ച് കഴിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. അതായത് തേങ്ങയും ഡേറ്റ്സും നല്ലപോലെ അരച്ച് അത് മധുരമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഒരു 10 ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു വലിയ ഗ്ലാസ് തേങ്ങാപ്പാൽ അരക്കേണ്ടി വരും. കാരണം നല്ലപോലെ വയറ് ഫില്ലാവും, നിങ്ങൾക്ക് വിശക്കവും ഇല്ല, ശരീരത്തിന് വളരെ നല്ലതുമാണ്, PCODക്കൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ ഒരു 10 ഡേറ്റ്സും ആ തേങ്ങയും അരച്ചിട്ട് പതുക്കെ സ്മൂത്തി ആയിട്ട് കഴിക്കാം. കഴിക്കുമ്പോൾ എപ്പോഴും ചവച്ചരച്ച് വേണം കഴിക്കാൻ. വായിൽ നല്ലപോലെ കൊപ്പിളിച്ചതിന് ശേഷം മാത്രം ഇറക്കുക. രാവിലെ അത് മാത്രമാണ് ഫുഡ്, വേറെ ഒരു ഫുഡും ഇല്ല, ഓപ്ഷനും ഇല്ല. നിങ്ങൾ ഇത് തന്നെ രാവിലെ കഴിക്കണം. ABC ജ്യൂസ് അത് കഴിഞ്ഞതിന് ശേഷം ഇത്. അതിനിടയിൽ ഗ്രീൻ ടീ കുടിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഗ്രീൻ ടീ ഒക്കെ കുടിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. അതിനുശേഷം ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ ഇന്ന് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയിലയില്ലേ, ഒരു കെട്ട് മല്ലിയില എടുത്തതിന് ശേഷം നല്ല പോലെ അരച്ചെടുക്കുക. വെറും വെള്ളം ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു 4-5 ഡ്രോപ്പ് ലെമൺ ജ്യൂസും കുറച്ച് ഇന്തുപ്പും ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം അത് വേണം നിങ്ങൾ ഏതെങ്കിലും ഒരു, അതായത് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു ജ്യൂസ് കഴിക്കണം. അതായത് നമ്മുടെ കൊത്തമല്ലി അല്ലെങ്കിൽ മല്ലിയില ഒരു പിടി എടുത്തതിന് ശേഷം അതിനകത്ത് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് കുറച്ച് ഇന്തുപ്പും കുറച്ച് ലെമണും കൂടെ അരച്ചത് മിക്സ് ചെയ്ത് നല്ല പോലെ കുടിക്കാം. അതും വളരെ സാവധാനം കൊപ്പിളിച്ച് വേണം നിങ്ങൾ കുടിക്കാനായിട്ട്. ഒരുപാട് PCODക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. PCODക്ക് മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ആൺകുട്ടികൾക്ക് ഒരുപാട് ആൺകുട്ടികളുണ്ട് നമ്മുടെ ഈ ഒരു ഡയറ്റിൽ. അതുകൊണ്ട് അവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കൊത്തമല്ലി ഇങ്ങനെ കഴിക്കുന്നത്. അപ്പൊ ഇത് ജ്യൂസായിട്ട് കഴിക്കാം. ഓക്കെ, രാവിലെ ഈ സമയത്ത്. ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നുറുക്ക് ഗോതമ്പും നമ്മുടെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഞാനത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് ഉപ്മാവ് ഉണ്ടാക്കത്തില്ലേ, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്മാവ്, അതുപോലെ ഒരു ഉപ്മാവ് ഉണ്ടാക്കുക. നുറുക്ക് ഗോതമ്പ് ഉപ്മാവൊക്കെ നമ്മുടെ ഇതിലൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, എന്ത് പറയുന്നത് യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്. എണ്ണയ്ക്ക് പകരം നിങ്ങൾ എണ്ണ ഉപയോഗിക്കുന്നതിന് പകരം നല്ലെണ്ണ ഉപയോഗിക്കണം കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ച് ഉപ്മാവ് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ മോര്, അതായത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള മോര് ഒരു ഗ്ലാസ് വെച്ച് വേണം കഴിക്കാൻ. വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, നമ്മുടെ ക്യാപ്സിക്കം ഇതെല്ലാം ചേർക്കുക നിങ്ങൾക്ക് വെജിറ്റബിൾ ആയിട്ട്. നുറുക്ക് ഗോതമ്പിൽ മാക്സിമം വെജിറ്റബിൾ ചേർത്ത് ഉപ്മാ പോലെ ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ മോര്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മോരിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നോക്കി തേങ്ങാപ്പാൽ വെച്ചിട്ട് മോരുണ്ടാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ഉച്ചയ്ക്ക് അത് വേണം കഴിക്കാനായിട്ട്. എന്നിട്ട് വൈകുന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ ടീ കഴിക്കാം. ഈ ഇടനേര സമയങ്ങളിൽ ഒരു ഗ്രീൻ ടീ കഴിക്കാം. ഒരു 2 നട്ട്സോ ഏതെങ്കിലും ഒരു ഡ്രൈ നട്ട്സ് എല്ലാം ഒന്ന് 2 വെച്ചിട്ട് ഒരു 6 എണ്ണം കഴിക്കാം. അതും ഇടനേരങ്ങളിൽ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇതൊന്നും നിങ്ങൾക്ക് അധികമായിട്ട് ഫാറ്റ് ഒന്നും കൂടത്തില്ല കേട്ടോ. കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. രാത്രി ഇന്ന് കഴിക്കേണ്ടത് ഒരേ ഒരു പപ്പാളി. നിങ്ങൾക്ക് കൊണ്ട് എത്രത്തോളം പപ്പാളി കഴിക്കാൻ പറ്റുമോ അത്രത്തോളം. പപ്പാളി മീൻസ് പപ്പായ, ഇവിടെ പപ്പാളി എന്നല്ലേ പറയുന്നത്. പപ്പായ, നല്ല കപ്പയ്ക്ക എന്നൊക്കെ പറയുന്നത്, നല്ല പഴുത്ത കപ്പയ്ക്ക മാക്സിമം നല്ല പോലെ പഴുത്തെടുക്കാം. ഷുഗർ ഉള്ളവർ മാത്രം അധികം പഴുക്കാത്ത പപ്പായ എടുക്കാം. ഷുഗറൊന്നും ഇല്ലാത്തവർ നല്ല പഴുത്തതും. ഞാൻ എപ്പോഴും പഴങ്ങൾ പറയുമ്പോൾ ഷുഗർ ഉള്ളവർ അധികം പഴുത്തത് കഴിക്കരുത്, കുറച്ച് ഒരു മീഡിയം സൈസിൽ നിൽക്കുന്നത് വേണം കഴിക്കാനായിട്ട്. നല്ലൊരു പപ്പാളിയും കൂടെ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നോ അത്രത്തോളം കഴിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഡയറ്റ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഇത്രയും കഴിച്ച ചേച്ചി എനിക്ക് വിശപ്പ് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഡയറ്റ് ചെയ്തവരെ ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയും മാത്രം മതി, ഒരു വിശക്കോ ഇല്ല. ചില സമയത്ത് സ്കിപ്പ് ചെയ്ത് തന്നെ പോകാൻ പറ്റും. അത്രത്തോളം വിശപ്പ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് ഇത്. കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിശപ്പൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്കും നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ ബോഡിക്കും സ്കിന്നിനും ഒക്കെ. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 3rd ഡേ വീഡിയോ. ഇനി കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് ഫുഡ്സ് ഒക്കെ ഞാൻ മോളുടെ ചാനലിൽ ഇട്ടേക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് തന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതായിരുന്നാലും എല്ലാം വഴിയേ വരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അതെല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അത് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ
പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നല്ല ഫ്രഷ് ആയിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അതിൽ ചോദിക്കാം. ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആൺകുട്ടികൾക്ക് പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ലിങ്കും താഴെ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസോടുകൂടി ചെയ്യുക. നിങ്ങൾ എവിടെ പോയി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തവരാണെങ്കിലും 100% ഐ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇതിൽ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ വണ്ണം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും വരികയില്ല. ഉള്ള അസുഖങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്ക് ഡേ 4 വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.